മഹ്ശറയിൽ പ്രകാശിക്കുന്ന മുഖത്തോടെ ആരെയാണ് ഹാജരാക്കുക? ഉത്തരം, സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിച്ചവരെ. ബിദഅകളുടെ മുഖം കറുത്തിരിക്കും. പുരുഷന്മാർക്ക് സ്വർഗത്തിൽ ഹൂറുൽ ഈനുകൾ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് സുമുഖന്മാരായ പുരുഷന്മാർ ഇല്ലാത്തതെന്തുകൊണ്ട്? ഉത്തരം, പുരുഷന്മാർക്ക് ഹൂറുൽ ഈനുകൾക്ക് പുറമെ ദുനിയാവിലെ സ്ത്രീകളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുണ്ടായല്ലോ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാരെല്ലാം സുമുഖന്മാരാണ്. ഖബറിൽ ചോദ്യമില്ലാത്ത വിഭാഗക്കാർ ആരെല്ലാം? ഉത്തരം, അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തവർ എന്നിവർക്കൊന്നും ചോദ്യമില്ല. കൂടാതെ പ്രായപൂർത്തിയും ബുദ്ധിയും ഇല്ലാത്തവർക്കും ഖബറിൽ ചോദ്യമില്ല. മഹ്ശറയിൽ ചിലർ വാഹനപ്പുറത്തായിരിക്കുമെന്ന് കേൾക്കുന്നു, ശരിയാണോ? ഉത്തരം, അതെ, മഹത്തുക്കൾ അങ്ങനെയായിരിക്കും. സ്വർഗപ്രവേശം ലഭിക്കുന്ന ആദ്യ സംഘത്തിന് കാൽത്തണ്ടയുടെ മജ്ജ കാണും വിധം പ്രകാശമുള്ള 2 ഭാര്യമാർ ഉണ്ടായിരിക്കുമെന്ന് ഹദീസിൽ കാണുന്നു. അനവധി ഭാര്യമാർ ഉണ്ടാവുമെന്നല്ലേ ഖുർആനിലുള്ളത്? സ്വർഗത്തിൽ ഒരാൾക്ക് തന്നെ നിരവധി ഇണകളുണ്ടാകും. ഖുർആനിലും ഹദീസിലും ഇത് കാണാം. ഈ പറഞ്ഞത് ഹൂറുൽ ഈൻ എന്ന സ്വർഗക്കന്യകളുടെ കാര്യമാണ്. പ്രസ്തുത ഹദീസിൽ പറഞ്ഞ 2 ഭാര്യമാർ മനുഷ്യ സ്ത്രീകളാണ്. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് തലയിൽ കിരീടം ഉണ്ടാവുമെന്ന് കേൾക്കുന്നു, സ്ത്രീകൾക്കോ? ഉത്തരം, പുരുഷന്മാർക്ക് കിരീടവും സ്ത്രീകൾക്ക് നീണ്ട സ്ഥാനവസ്ത്രവും ഉണ്ടാവും. സ്വർഗത്തിൽ നിഴലുണ്ടോ? ളില്ലൻ വലീല എന്ന് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം, ളില്ല് എന്ന പദം സുഖവും റാഹത്തും എന്ന ഉദ്ദേശത്തിലും ഉപയോഗിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശം. സ്വർഗസ്ത്രീകൾക്ക് ഇണകളുണ്ടെന്ന് ഖുർആനിലുണ്ടല്ലോ. എന്നാൽ ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമോ? ഉത്തരം, ഇല്ല. അതേസമയം സ്വർഗസ്ഥർക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമായി തോന്നിയാൽ ഉടൻ അള്ളാഹു കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് നൽകും. സ്വർഗനിവാസികളുടെ ആദ്യത്തെ ഭക്ഷണം എന്ത്? ഉത്തരം, മത്സ്യമാംസത്തിലെ കരൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ആപ്പിൾ തിന്നു. അതിലൂടെയുണ്ടായ ബീജത്തിൽ നിന്നാണോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചത്? ഉത്തരം, അതെ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗ ആപ്പിളിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കണ്ട കൂടുതൽ ആളുകളും ആരായിരുന്നു? ഉത്തരം, ദരിദ്രർ. അവരെ അപേക്ഷിച്ച് ധനികർ കുറവായിരുന്നു. നരകത്തിൽ കൂടുതലും ആരാണ്? ഉത്തരം, സ്ത്രീകൾ. അതിൻ്റെ പ്രധാന കാരണമെന്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താക്കന്മാരോടുള്ള നന്ദികേടും ശാപവാക്ക് വർദ്ധിപ്പിക്കലും.